Next, supervised machine learning algorithm, naive Bayes. Naive Bayes algorithm ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ബയാസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എല്ലാ മെഷീൻ ലേണിംഗ് അൽഗോരിതവും ഒരു പർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതുപോലെ നൈവ് ബയാസ് അൽഗോരിതം ഇവിടെ ഫോളോ ചെയ്യുന്നത് ബയാസ് തിയറമാണ്. ഇപ്പം ബയാസ് തിയറം എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ബേസ്ഡ് ഓൺ പ്രയർ നോളേജ് ഓഫ് കണ്ടീഷൻ റിലേറ്റഡ് ടു ദി ഇവന്റ്. ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് പ്രോബബിലിറ്റി കണക്കാക്കി ഏറ്റവും ലൈക്ലി ചോയ്സ് എടുക്കുന്നു. ഓക്കെ, അതാണ് അങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് നൈവ് ബയാസ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൽഗോരിതം നമുക്ക് സ്പാം ഫിൽറ്ററിംഗ്, റെക്കമെൻഡേഷൻ സിസ്റ്റം, മെഡിക്കൽ ഡയഗ്നോസിസ് ഇതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 10 ബോൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ 4 റെഡ് ബോൾസും 6 ബ്ലൂ ബോൾസും ആണെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി എത്ര? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പി ഓഫ് റെഡ് എന്ന് പറയുന്നത് എത്രയാണ്? പി ഓഫ് റെഡ് നമുക്ക് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി അത് ഈക്വൽ ടു 4/10 ആയിരിക്കും. 4/10. ഓക്കെ, അപ്പോൾ പി ഓഫ് ബ്ലൂ ബോൾസിന്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? അത് 6/10 ആയിരിക്കും. 6/10. ഓക്കെ, ഇതാണ് നോർമൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നൈവ് ബയാസ് അൽഗോരിതം കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലാണ് ബേസ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബി ട്രൂ ആവുമ്പോൾ എ നടക്കാനുള്ള സാധ്യത എ ഗിവൺ ബി, അതായത് ബി എന്ന ഒരു കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ എ എന്ന ഇവന്റ് നടക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നൈവ് ബയാസ് അൽഗോരിതം. ബി എന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ബി എന്ന ഫീച്ചർ സംഭവിക്കുമ്പോൾ എ എന്ന ഇവന്റ് നടക്കാനുള്ള സാധ്യത എത്ര? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇതാണ് നൈവ് ബയാസ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബൈനറി ആസ് വെൽ ആസ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻസിന് യൂസ് ചെയ്യും. കൂടുതലും നൈവ് ബയാസ് അൽഗോരിതം നമ്മൾ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്പാം ഫിൽറ്ററിംഗ്, സെന്റിമെന്റൽ അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സ്പാം മെയിൽസ് ഒക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വേർഡുകളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്പാം എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പ്രൈസ്, വിൻ, ക്യാഷ് ഇങ്ങനെയുള്ള ചില വേർഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഓക്കെ ഈ വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്പാം ആയിട്ടായിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ വേർഡ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെന്റിമെന്റൽ അനാലിസിസ്, ടെക്സ്റ്റിൽ നിന്ന് ഇമോഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ പ്രഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നൈവ് ബയാസ് അൽഗോരിതം കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബയാസ് തിയറം എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണത്. പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അതായത് ഈ ബി എന്ന കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് എ എന്ന ഇവന്റ് നടക്കാനുള്ള സാധ്യത. ഇവിടെ നമ്മുടെ പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുട്ടി പാസ് ആവോ ഫെയിൽ ആവോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. കൂടെ പി ഓഫ് എ